അഞ്ജലിയുടെയും പ്രസാദിൻ്റെയും നാളത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥയിൽ ആദ്യം കാണിക്കുന്നത് മേഘനാഥനെയാണ്. മേഘനാഥൻ ഒരു സ്വർണത്തിൻ്റെ താലി പണിയിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് സുഭദ്രയുടെ ഫോട്ടോയുടെ മുന്നിൽ കൊണ്ടുവെക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എല്ലാത്തിനും തടസ്സം നീയാണെന്നാണ് എൻ്റെ അമ്മ പറയുന്നത്. അങ്ങനെ ആവരുത്, ഇത് നിൻ്റെ അനിയത്തെ അണിയിക്കാനുള്ള അവസരം നീ ഉണ്ടാക്കി തരണം എന്നൊക്കെ ആ ഫോട്ടോയിൽ നോക്കി പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് മേഘനാഥൻ പോകുമ്പോൾ സുഭദ്രയുടെ ആത്മാവ് വന്നിട്ട് പറയുന്നുണ്ട്, ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല. എൻ്റെ മകനെ രാധ നോക്കിക്കോളൂ, എൻ്റെ അനിയത്തി നോക്കിക്കോളൂ, ഒരിക്കലും നീ എന്നെ കൊണ്ട് നോക്കിപ്പിക്കത്തില്ല, നീ നശിച്ചു പോകത്തേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ്. ഇതേ സമയം പ്രസാദിൻ്റെ വീട്ടിൽ അഞ്ജലിയും പ്രസാദും തമ്മിലുള്ള സംസാരമാണ് കാണിക്കുന്നത്. പ്രസാദിനോട് അഞ്ജലി താങ്ക്സ് പറയുകയാണ്. എല്ലാ ആരതിക്കും മുരളിക്കും വേണ്ടിയിട്ടാണ് ചെയ്തതെന്നും പറയുന്നുണ്ട്. ഇതേ സമയം സീതാമ്മ അവളെ താഴോട്ട് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഇൻഡയറക്റ്റായിട്ട് ആദ്യ രാത്രിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾ പറയുന്നുണ്ട് എല്ലാം ഒന്ന് സമാധാനമാവട്ടെ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോവുകയാണ്. ഇതേ സമയം പുഷ്പൻ പ്രസാദിനോട് പറയുന്നുണ്ട്, അച്ഛനെയും അമ്മയും ഇതൊന്നും അറിയിക്കേണ്ടേ, അച്ഛനും അമ്മയാണ് ഏറ്റവും കൂടുതൽ ഇത് ആഗ്രഹിച്ചതെന്നൊക്കെ പറയുകയാണ്. അപ്പം പ്രസാദ് പറയുന്നുണ്ട്, ഇപ്പം പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല, മുരളിയും ആരതിയും നല്ല രീതിയിലൊന്ന് സ്നേഹമൊക്കെ ആയതിനു ശേഷമേ പറയാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നമാകുമെന്ന് പറയുകയാണ്. പ്രസാദ് പറയുന്നത് കേട്ട് പുഷ്പ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഗണപതി കല്യാണം പോലെ ഇത് നീണ്ടു പോകുമെന്നൊക്കെ. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ആര്യയും ഹരിയും കൂടെ കടയിൽ പോയിട്ട് വരികയാണ്. എന്നിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ കല്യാണം എപ്പോഴാന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ആര്യ പറയുന്നുണ്ട്, നമ്മളുടെ കാര്യത്തിന് ഒരു തടസ്സവും ഇല്ലല്ലോ, ചേച്ചിമാരുടെ കാര്യത്തിലായിരുന്നു പ്രശ്നം, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവൾ പറയുന്നുണ്ട്, എൻ്റെ ചേച്ചിയുടെ അനുഗ്രഹം ഇല്ലാതെ ഇതൊരിക്കലും നടക്കത്തില്ലെന്നും അവൾ കൂട്ടിച്ചേർക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ഇവർ നടന്നു പോകുമ്പോൾ മേഘനാഥൻ അവിടെ കാറ് കൊണ്ട് നിർത്തുന്നതാണ്. മേഘനാഥനെ കാണുമ്പോൾ അവൾ പേടിക്കുകയാണ്. പക്ഷെങ്കിൽ ഹരിക്ക് ആശ്ചര്യമാണ് ഉണ്ടാകുന്നത്. മേഘനാഥനെ കാണുമ്പോൾ ഹരി അങ്ങോട്ട് കയറി സംസാരിക്കുന്നുണ്ട്, എന്നെ മനസ്സിലായോ, ഞാൻ പ്രസാദിൻ്റെ അനിയന, അമ്മ ഇവൻസിലെ എന്നൊക്കെ പറയുകയാണ്. അതേപോലെ കല്യാണക്കാര്യവും അവൻ അങ്ങോട്ട് തന്നെ കയറി പറയുകയാണ്, പ്രസാദേട്ടൻ അഞ്ജലി എന്ന് പറയുന്ന ചേച്ചിയെ കല്യാണം കഴിച്ചു, അവിടെ ഫുഡ് സപ്ലൈ ചെയ്യുന്നതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അതൊക്കെ കേൾക്കുമ്പോൾ എങ്കിൽ ശരി, ഞാൻ നിങ്ങളെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുകയാണ്. അതേപോലെ അവരെയും കല്യാണം കഴിച്ച അവരെയും കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിക്കുകയാണ് കാറിൽ കയറാൻ. അപ്പം ഹരി നിർബന്ധിക്കുകയാണ്, പോകാം ആര്യ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവർ കാറിൽ കയറുകയാണ്. പോകുന്ന വഴിയിൽ മേഘനാഥ് ഒരിടത്ത് നിർത്തിയിട്ട് ഡ്രസ്സ് വാങ്ങുന്നുണ്ട്, അവർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേ സമയം ആര്യയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, ചേച്ചിയെ വിളിച്ച് പറഞ്ഞാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പിന്നെ ഓർക്കുന്നുണ്ട്, ആദ്യം തന്നെ മേഘനാഥൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് ടെൻഷനാവും, വേണ്ടെന്ന് ഓർക്കുകയാണ്. അതോടെ ഇന്നത്തെ കഥ തീരുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്